തന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്നു കൊണ്ട്, വ്യത്യസ്ത ടൈം സോണുകളിലിരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തുല്യമായ നാമത്തിലുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. ഒരു അനുഗ്രഹീതമായ മാസം കൂടെ നമ്മെ വിട്ട് കടന്നു പോകുന്ന സമാപന ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഈ വർഷം ഈ മാസം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമുക്ക് ദീർഘമണിക്കൂറുകൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും അഭയാചന കഴിപ്പാനും കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മടുത്തു പോകാതെ ആത്മാവിൽ വീണ്ടും പ്രാർത്ഥിപ്പാൻ സർവശക്തനായ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകുമാറാകട്ടെ എന്ന് ഞാൻ ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെയും 1-2 വാക്യങ്ങൾ 1-2 മിനിറ്റ് കൊണ്ട് കണ്ട് നമുക്ക് വേഗതയിൽ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയത്ത് ഉപയോഗിക്കാം. നിങ്ങളുടെ ആത്മാവിലുള്ള അന്യഭാഷയിലുള്ള പ്രാർത്ഥന കണ്ടപ്പോൾ ഇടയിൽ കട്ട് ചെയ്യണ്ട എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി. അങ്ങനെ ഒരു ഒഴുക്കിൽ പ്രാർത്ഥിപ്പാൻ, ഒരു ലീഡിങ്ങിൽ പ്രാർത്ഥിപ്പാൻ നമുക്ക് നൽകുന്ന നിയോഗത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് പ്രാരംഭത്തിൽ കാണാം. ഒരു വേദഭാഗം കണ്ട് നമുക്കതൊന്ന് വായിച്ച ശേഷം നമുക്ക് പ്രാർത്ഥിക്കാം. ആരെങ്കിലും ബൈബിൾ ഈ വാക്യം വായിക്കാമോ? ഒന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 50-ാം വാക്യമാണ് ഞാൻ മൊബൈൽ ഡിസ്പ്ലേ. യേശു അവനോട്, ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ കണ്ടു എന്ന് നിന്നോട് പറകൊണ്ട് നീ വിശ്വസിക്കുന്നുവോ? നീ ഇതിനേക്കാൾ വലിയത് കാണും എന്നുത്തരം പറഞ്ഞു. ആ വാക്ക് കളയല്ലേ ടീച്ചറെ, നന്നായി പറ. നീ ഇതിനേക്കാൾ വായിച്ചോ, വായിച്ചോ. നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത വാക്യം കൂടെ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണുമെന്നും അവനോട് പറഞ്ഞു. നമുക്ക് ഈ വാക്യം, നമുക്കിതിൻ്റെ പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച സമയത്ത് തൻ്റെ അടുക്കിലേക്ക് ശിഷ്യന്മാർ ഓരോന്നായി കടന്നു വരുന്ന സമയത്ത് കർത്താവിൻ്റെ അടുക്കിലേക്ക് തൻ്റെ നദനയേലിനെ ശിഷ്യന്മാർ കൊണ്ടുവന്നപ്പോൾ നദനയേലുമായിട്ടുള്ള സംഭാഷണം നടന്ന വാക്കുകളാണ് നമ്മളിവിടെ വായിക്കുന്നത്. നദനയേലിനെ ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു. നദനയേലിനെ കണ്ട വഴിക്ക് യേശു അവനോട് സംസാരിക്കുന്നു. ഫിലിപ്പോസും അന്ത്രയോസും പത്രോസിൻ്റെ പട്ടണമായ ബെത്സയിദയിൽ നിന്നുള്ളവരായിരുന്നു. ഫിലിപ്പോസ് നദനയേലിനെ കണ്ടു പറഞ്ഞു, ന്യായപ്രമാണത്തിൽ മോശെ പ്രവാചകന്മാരെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അങ്ങനെ നസറത്തിൽ നിന്ന് അങ്ങനെ നദനയേലിനെ അവർ കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. നദനയേലിനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. നദനയേലിന് ഒരു സംശയം ഉണ്ടായിരുന്നു, നസറത്തിൽ നിന്ന് വല്ല നന്മയും പുറപ്പെടുമോ എന്ന്. ഫിലിപ്പോസ് പറഞ്ഞു, വന്ന് കാണാൻ പറഞ്ഞു. നീ ചോദിച്ചുകൊണ്ടിരിക്കാണ്ട് വന്ന് കാണാൻ പറഞ്ഞു. നദനയേൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് കണ്ടപ്പോൾ യേശു പറഞ്ഞു, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൽ, ഇവനൊരു ഒരു കപടമില്ല എന്ന് പറഞ്ഞു. നദനയേൽ അവരോട് ചോദിച്ചു, നീ എന്നെ എവിടെ വെച്ച് അറിയുമെന്ന് ചോദിച്ചു. അപ്പം കർത്താവ് പറഞ്ഞു, ഫിലിപ്പോസ് നിന്നെ വിളിക്കും മുമ്പേ നീ അത്തിയുടെ കീഴിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് യേശു ഉത്തരം പറഞ്ഞു. ഉടൻ തന്നെ അതിനോട് പറയണം, റബ്ബി നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിൻ്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. ഒരു മരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു അറിയും എന്ന് പറഞ്ഞ വഴിക്ക് നദനയേൽ പറയണമെങ്കിൽ യേശു, നീ കർത്താവേ നീ ദൈവപുത്രൻ, റബ്ബി നീ ദൈവപുത്രൻ, ഇസ്രായേലിൻ്റെ രാജാവെന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും? ഇപ്പം നിങ്ങളൊരാളിനോട് പറയുകയാണ്, അപ്പം ഞാൻ പറയും നിങ്ങളെ എനിക്കറിയാം, നിങ്ങൾ ആ മരത്തിൻ്റെ ചുവട്ടിരിക്കുന്ന കാലത്ത് എനിക്ക് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എന്നെ പറയൂ രാജാവെന്ന് പറയൂ? ഇല്ല. അപ്പോൾ എന്തോ ഒരു പ്രത്യേകത ഈ മരത്തിൻ്റെ ചൂടുമായിട്ട് നദനയേലിൻ്റെ ചരിത്രത്തിലുണ്ട്. അതിൻ്റെ ആഴങ്ങളൊന്നും ചകഞ്ഞു പോകണ്ട. പക്ഷേ എങ്കിലും ഞാൻ നിങ്ങൾക്ക് അന്വേഷണാത്മാവുള്ളവരുള്ളത് കൊണ്ട് ഞാൻ ഒരു വാക്ക് പറയാം. യഹൂദ റബ്ബിമാരുടെ എഴുത്തുകളിൽ പറയുന്നത് ഈ നദനയേലിൻ്റെയും യേശുവിൻ്റെയും കാലഘട്ടം സമകാലികമായിരുന്നു. യേശുക്രിസ്തു ജനിക്കുന്ന സമയത്ത് തന്നെയാണ് നദനയേലും ജനിക്കുന്നത്. ആ സമയത്ത് ജനിക്കുന്ന ആൺമക്കളെ മൊത്തം കൊണ്ടുപോയി ആൺമക്കളെ ജനിക്കുന്ന തലമുറകളെ കൊല്ലുവാനായിട്ട് ഹേരോദാവ് കൽപ്പനയിട്ടിരിക്കുന്ന കാലഘട്ടമാകിയാൽ സ്വപ്നത്തിലൂടെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് കർത്താവിൻ്റെ മാതാപിതാക്കൾ കർത്താവുമായിട്ട് മിസ്രൈമിലേക്ക് പോയി. ഞങ്ങൾ നമ്മുടെ
ഇസ്രായേൽ ട്രിപ്പ് പോയപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ പോയി കണ്ടിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടേക്ക് പോയ സമയത്ത് ഈ നദനിയേലിൻ്റെ മാതാവ് അവർ നദനിയേലിനെ ഒരു അത്തിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയാണ് ചെയ്തത്. അവർ വേറെ എവിടേക്കും പോയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ആർക്കും അറിയില്ല, ഈ സംഭവം ആർക്കും അറിയില്ല. കാരണം രാജാവിൻ്റെ കൽപ്പനയെ ഭയപ്പെടാതെ കൊച്ചിനെ അവിടെ ഒളിപ്പിച്ചത് ആരെങ്കിലും അറിഞ്ഞാൽ തല വെട്ടിക്കളയും. അപ്പോൾ നദനിയേലിൻ്റെ മാതാവ് ഇത് നദനിയേൽ വളർന്നപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിന്നെ ഞങ്ങൾ സൂക്ഷിച്ചത് രാജാവിൻ്റെ കൽപ്പനയുള്ള സമയത്ത് നിന്നെ ഞങ്ങൾ സൂക്ഷിച്ചത് അത്തിയുടെ ചുവട്ടിൽ കൊണ്ടുപോയി വെച്ചാണ് ഞങ്ങൾ നിന്നെ സൂക്ഷിച്ചത് എന്ന ഒരു ചരിത്ര കഥ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അപ്പം അതുകൊണ്ടാണ് ഉടൻ തന്നെ നദനിയേൽ പറഞ്ഞത്, റബി നീ ഇസ്രായേലിൻ്റെ രാജാവെന്ന് ഉത്തരം പറയാനുള്ള കാരണം അതാണ്. ഓക്കെ, ഇനി അവിടെ നിന്ന് ഒരു വാക്കുകൂടെ, ആ വാക്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ഇത് പറഞ്ഞ വഴിക്ക് നദനിയേൽ കർത്താവിൽ വിശ്വസിക്കുന്നു. ഈ യഹൂദന്മാരുടെ രാജാവ് എന്ന് പറഞ്ഞ് ചാടിക്കേറി കർത്താവിൽ വിശ്വസിക്കുകയാണ്. നീ യഹൂദന്മാരുടെ രാജാവ് എന്ന് നദനിയേൽ പറയുകയാണ്. നദനിയേൽ ഇത് പറഞ്ഞ വഴിക്കാണ് കർത്താവ് പറയുന്നത് നീ ഇതിലും വലിയത് കാണും. ഒന്ന് നിങ്ങൾ ആ പദം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? നിങ്ങൾ ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ടോ? നദനിയേൽ ഇത് പറഞ്ഞ വഴിക്ക് എന്താണ് അവിടെ നടക്കുന്നത്? നദനിയേൽ ഇത് പറഞ്ഞ വഴിക്കാണ് കർത്താവ് പറയുന്നത്. നദനിയേൽ അവനോട് റബി നീ ദൈവപുത്രൻ ഇസ്രായേലിൻ്റെ രാജാവ് എന്ന് ഉത്തരം പറഞ്ഞു. ഉടൻ തന്നെ കർത്താവ് പറയുകയാണ് യേശുവിനോട്, അത്തിയുടെ ചുവട്ടിലിരിക്കും കീഴിൽ നീ എന്നെ കണ്ടു. അത്തിയുടെ കീഴിൽ ഞാൻ നിന്നെ അത്തിയുടെ കീഴിൽ. അപ്പോൾ യേശുവിനെ ആര് കൊണ്ടുപോവുകയാണ്? യേശുവിൻ്റെ മാതാപിതാക്കൾ മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്നു. നദനിയേൽ തൻ്റെ മാതാപിതാക്കളാൽ അത്തിയുടെ ചുവട്ടിലിരിക്കുന്നു. ആ സമയത്ത് ഞാൻ നിന്നെ കണ്ടു എന്ന് പറയുമ്പോൾ കർത്താവ് പറയുകയാണ്, നീ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് നീ എന്നെ വിശ്വസിക്കുന്നത്, നീ ഇതിനേക്കാൾ വലിയത് കാണും എന്ന് ഉത്തരം പറഞ്ഞു. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു വാക്യം പിടിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഇതുവരെ കണ്ടതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ക്രിസ്തുവുമായിട്ട് ചേർന്ന് ജീവിക്കുന്ന ആത്മീയ യാത്രയിൽ കാണാൻ പോവുകയാണ്. യേശുവിനെ കുറിച്ചുള്ള നിങ്ങളുടെ വെളിപ്പാട് വർദ്ധിക്കും തോറും നിങ്ങൾ ഇതുവരെ കാണാത്തത് കർത്താവിനാൽ കാണാൻ തുടങ്ങും. അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം. ഇവിടെ കർത്താവ് പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നീ സ്വർഗം തുറന്നിരിക്കുന്നത് കാണും, മനുഷ്യപുത്രന്റെ അടുക്കൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. ഇന്ന് രാവിലെ വേദനയോടെ ഭാരത്തോടെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ മനസ്സ് ഉടക്കപ്പെട്ടവരായിട്ട് തകർന്നിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നോക്കൂ, നമ്മുടെ കർത്താവ് പറഞ്ഞ വാക്കാണ് ഞാനിവിടെ ഉദ്ധരിച്ചത്, നിങ്ങൾ ഇതിലും വലിയത് കാണും. ഇതിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാമോ? യാക്കോബ് തൻ്റെ മാതാപിതാക്കളെ വിട്ട് ജ്യേഷ്ഠനെ പേടിച്ച് താൻ അറിയാത്ത സ്ഥലത്തേക്ക് താൻ യാത്ര തിരിക്കുന്ന സമയത്ത് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നപ്പോഴാണ് താൻ സ്വർഗം തുറക്കുന്നത് കണ്ടത്. അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്ക് സ്വർഗം തുറക്കുന്നതും ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് കഴിഞ്ഞ ചരിത്രത്തിൽ നടന്നൊരു സംഭവമാണ്. യാക്കോബിന്റെ ചരിത്രത്തിൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നടന്ന സംഭവമാണ്. സകലരും നിങ്ങളെ വിട്ടു പോകാതെ ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാതെ കല്ല് തലയണയായി വെച്ച് കിടന്നുറങ്ങുന്ന യാക്കോബിന്റെ അടുക്കലേക്ക് സ്വർഗം തുറന്ന് ദൂതന്മാർ ഗോവേണിയിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. ഇന്ന് രാവിലെ ആ ഒരു വാക്ക് മാത്രം പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാം പ്രതികൂലമായാലും, എല്ലാവരും നിന്നെ വിട്ട് മാറിപ്പോയാലും കർത്താവ് നിന്നെ വിട്ട് മാറിപ്പോവുകയില്ല. അവൻ്റെ കരം നിന്നെ വിട്ട് മാറിപ്പോവുകയില്ല. എല്ലാവരും നിന്നെ വിട്ട് ഉപേക്ഷിച്ചു പോകാം. പക്ഷേ നീ വെച്ചിരിക്കുന്ന തലയണയായി വെച്ചിരിക്കുന്ന കല്ല് അത് ഏഭനാണെങ്കിൽ അവൻ നിന്റെ അടുക്കലുണ്ടെങ്കിൽ, അവനിൽ നീ ഉറപ്പോടെ നിൽക്കാമെങ്കിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കുന്ന സ്വർഗമാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നു? നമുക്ക് അങ്ങനെ തന്നെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇന്ന് രാവിലെ കർത്താവ് നമുക്ക് വേണ്ടി ഇതുവരെ നാം കാണാത്ത തുറക്കുന്ന കർത്താവാണ്. ഇതുവരെ നമുക്ക് വേണ്ടി നാം കണ്ടിട്ടില്ല അത് ചെയ്യുന്ന കർത്താവാണ്. ആ ഉറപ്പിൽ ആ ഒറ്റ വാക്കൊന്ന് ഉച്ചരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചോ. ഇതുവരെ കാണാത്തത് അവൻ എനിക്ക് വേണ്ടി തുറക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ വിശ്വസിക്കാം. എല്ലാവരും അങ്ങനെ വിശ്വസിക്കരുത്. അങ്ങനൊക്കെ തുറന്നു പോയാലോ. ഇതുവരെ കാണാത്തത് കർത്താവ് നമുക്ക് വേണ്ടി തുറക്കും. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യും. നീ ഇതിനേക്കാൾ വലിയത് കാണാൻ പോകുന്നു. ഷാഖാനാബദന. വിശ്വസിക്കുന്നവരെ മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് ആ വാക്കുകൾ മാത്രം ഉച്ചരിച്ചുകൊണ്ട് 1-2 മിനിറ്റുകൾ അന്യഭാഷ പ്രാർത്ഥിച്ചു. ഷാഖാ ബാബ വേദ പ്രൗഢ മനഘടകമന. നീ ഇതിനേക്കാൾ വലിയത് കാണും. നിന്റെ കുടുംബത്തിൽ നീ ഇതിനേക്കാൾ
വലിയത് കാണും. ഷാപ റാംദൽ ഖേരിബ ശബ്ദൽ ഘടകം ഘടകദന രബ പ്രൗഢപന ഘടകദന ഘടകദന വേദ പ്രൗഢപന ഘടകദന രക പ്രൗഢപന ഘടകദന രക ഞങ്ങളുടെ കണ്ണുകളെ കാണുമ്പോൾ ഞങ്ങളും ഞങ്ങളോട് ചേരുന്നവരും അത് മുളകൾ പൊട്ടി വരട്ടെ കർത്താവേ പ്രതിരൂപങ്ങളെ ചലിക്കുന്നത് കാണുവാൻ ഹൃദയ
കർത്താവേ എല്ലാ തലങ്ങളും പൂർണ്ണതയിൽ കാണുവാൻ പൂരകങ്ങളായി തീരട്ടെ കർത്താവേ. കർത്താവ് ഈ പറഞ്ഞ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യാക്കോബിൻ്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തതാണ്. യാക്കോബ് തൻ്റെ അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് താൻ തൻ്റെ മാതാവിൻ്റെ ഭവനത്തിലേക്ക് എല്ലാവരെയും ഉപേക്ഷിച്ച് എല്ലാവരും ഭയപ്പെട്ടു പോവുകയാണ്. പശ്ചാത്തലം നിങ്ങൾക്കറിയാം. ആ സമയത്താണ് യാക്കോബ് ഒരു സ്വപ്നം കാണുന്നത്. ലൂസിൽ വെച്ച് ഒരു വേണ്ടി അതിൻ്റെ തല സ്വർഗത്തിൽ പറ്റിയിരിക്കുന്നു. അതിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളിച്ചു, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്ക് നിൻ്റെ സന്തതിക്കും തരും. നിൻ്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും. നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും പരക്കും. നീ മുഖാന്തരവും നിൻ്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട്. നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും. ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളിച്ചത് നിവർത്തിക്കും. അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു. യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം, ഞാനോ അത് അറിഞ്ഞില്ലെന്ന് പറഞ്ഞു. അവൻ ഭയപ്പെട്ടു. ഈ സ്ഥലം എത്ര ഭയങ്കരം! ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഇത് സ്വർഗത്തിൻ്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു. ഞാനിവിടെ നിന്ന് ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. തിരുവചനം നമ്മൾ പഠിക്കുമ്പോൾ ബൈബിളിൽ ഒരു വാക്യമുണ്ട്. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ ഇടയിൽ 12-ന്റെ 9-ാം വാക്യമാണോ? സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ ലിൻസി കേൾക്കുന്നുണ്ടോ? എൻ്റെ ബൈബിൾ പെട്ടെന്ന് കൊണ്ടുവരാമോ? ഓക്കെ, കിട്ടി. 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. സംഖ്യാപുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയെ ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. നിങ്ങൾ കടന്നു പോകുന്ന വേദനകളിൽ നിങ്ങൾ ദൈവവചനം കേൾക്കുന്നു, ദൈവവചനം പഠിക്കുന്നു, പ്രവാചക ശബ്ദങ്ങൾ കേൾക്കുന്നു. ഇതൊക്കെ സത്യമാണ്. നിങ്ങളുടെ ചർച്ചിൽ കർത്താവിനെ ആരാധിക്കുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ വലുതാണ് നിങ്ങളൊരു അവസ്ഥയിൽ നിങ്ങളെ ആളുകൾ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ അകത്തൊരു ദൈവിക ആശ്വാസവും ഇടപെടലൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഒരു പ്രത്യേക ഗിഫ്റ്റാണ്. ദൈവം നിങ്ങളോട് സംസാരിക്കുന്ന ഒരു പ്രത്യേക മേഖലയാണ് സ്വപ്നമെന്ന് പറയുന്നത്. ഇന്ന് രാവിലെ എന്തോ എനിക്കറിയില്ല, ഞാനിത് പ്രാർത്ഥിക്കാനല്ല ഇരുന്നത്, പെട്ടെന്ന് എൻ്റെ അകത്ത് വരികയാണ്. നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ ഒന്നും കൂടെ ക്ലിയറായിട്ട്, ഒന്നും കൂടെ കൃത്യതയോടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ഒന്നുകൂടെ, എനിക്കറിയാം കണ്ടമാനം അവസ്ഥകളുടെ നടുവിലൂടെയാണ് ഇതിനകത്തുള്ള പലര് കടന്നു പോകുന്നത്. ആരൊരു മറുപടി പറഞ്ഞാലും അതൊന്നും മറുപടിയാകാത്ത പലർ ഇതിൻ്റെ നടുവിലുണ്ട്. ദൈവം സ്വപ്നമെന്ന് പറയുന്ന ഒരു വരം, സ്വപ്നമെന്ന് പറയുന്ന ഒരു ഘടകം തൻ്റെ ഭക്തന്മാരോടും മനുഷ്യരോടും സംസാരിപ്പാൻ ഉപയോഗിക്കുന്നതാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. 1-2 വട്ടം ദൈവം അരുളി ചെയ്യുന്നു, മനുഷ്യരത് കൂട്ടാക്കുന്നില്ല. ഗാഠനിദ്ര മനുഷ്യർക്കുണ്ടാക്കുമ്പോൾ അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോട് പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. എൻ്റെ ജീവിതത്തിൽ ഒട്ടുമിക്ക കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ദൈവം എന്നോട് ഇടപെട്ടിട്ടുള്ള കണ്ടമാനം കാര്യങ്ങൾ സ്വപ്നത്തിലൂടെയാണ്. എന്തോ ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് കർത്താവിലേക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ശാപമുണ്ടെങ്കിൽ കർത്താവേ
അത് മുറിച്ചു മാറ്റിത്തരണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ എൻ്റെ മേൽ ദൈവാത്മാവ് തുറന്ന ഒരു തലമാണ്. ദൈവാത്മാവ് എന്നോട് സംസാരിക്കാനുള്ള കാര്യങ്ങൾ എന്നോട് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞാൻ 1% പോലും അങ്ങനെ ചിന്തിച്ചല്ല ഇവിടെ വന്നിരുന്നത്. കൃത്യമായിട്ട് ദൈവാത്മാവിൻ്റെ ശബ്ദം അനുദിനവും എങ്ങനെയാണ്, എന്ത് കാര്യം ചെയ്താണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് നിങ്ങളോട് പറയുന്ന ദൈവശബ്ദം നിങ്ങൾക്ക് കേൾക്കാം. അങ്ങനെ അതിനുവേണ്ടി നിങ്ങളുടെ ചെവി കർത്താവ് തുറക്കും. നിങ്ങൾക്ക് ദർശനങ്ങൾ, മൈൻഡ് വിഷൻ കാണാം, സ്വപ്നങ്ങൾ കാണാൻ കഴിയും, ദർശനങ്ങൾ കാണാൻ കഴിയും. ഇതൊന്നും നമ്മൾ കാണുന്നതല്ല, ദൈവം നമ്മളെ കാണിക്കുന്നതാണ്. നിങ്ങളുടെ അവസ്ഥകളുടെ മടിവിൽ ദൈവം നിങ്ങളെ കാണിക്കുന്നതാണ്. കൃത്യമായിട്ട് കർത്താവ് കാണിക്കും. കഴിഞ്ഞ ദിവസം കൂടെ എന്നോട് നമ്മുടെ ഗ്രൂപ്പിനകത്തുള്ള പ്രാർത്ഥനയ്ക്ക് വരുന്ന ഒരു ദൈവദാസി തന്നെ കാണിച്ച കാഴ്ച വളരെ അർത്ഥവത്തായൊരു കാര്യം എന്നോട് കൃത്യതയോടെ പറയുവാനിടയായിരുന്നു. എല്ലാം മൈക്കുവാൻ ഇത് പ്രാർത്ഥിച്ചു. നിങ്ങളുടെ ആത്മ മനുഷ്യന്റെ കണ്ണ് തുറക്കാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് സംഭവിപ്പാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒന്നുകൂടി ആഴമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കാൻ പോകുന്നത്, നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്റെ മടിവിൽ, നിങ്ങളുടെ ഏകാന്തതയുടെ മടിവിൽ, നിങ്ങളുടെ വേദനയുടെ മടിവിൽ, നിങ്ങളുടെ അവസ്ഥയുടെ മടിവിൽ കഴിഞ്ഞതെല്ലാം മയക്കൻപൂട്ടി അന്യഭാഷ പ്രാർത്ഥിച്ചു. ഇത് ദൈവം നൽകുന്ന ഒരു വരമാണ്. ശാഖ, പരാധീന, പ്രൗഢമന, സമയമെടുത്ത് പ്രാർത്ഥിക്കുക, അന്യഭാഷ പ്രാർത്ഥിക്കുക. ഇത് തുറന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര ധൈര്യം വെളിപ്പെടണം. നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളുടെ കൂടെ മണത്തും ഒരു ദൈവമുണ്ട് എന്ന ഉറപ്പ് നിങ്ങളുടെ ധൈര്യമാക്കുന്ന പ്രാർത്ഥിച്ചു കേട്ടോ. സ്വപ്നം കാണുന്നവരുടെ ഉള്ളിലുണ്ട്. അവരെ കർത്താവ് ഒന്നുകൂടി ആഴത്തിൽ കാണിക്കും, ഒന്നുകൂടി ആഴത്തിൽ ഇടപെടിക്കും. ഇതിലും വലിയ ഈ പ്രാർത്ഥനകൾ നിങ്ങൾ തുടർമാനമായിട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ആഴമായിട്ട് സ്പർശിക്കാൻ വിടും. ഞാൻ ഈ പ്രാർത്ഥനയെ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ അകത്ത് കർത്താവ് അങ്ങനെ തുറക്കും കേട്ടോ. നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നവരാണെങ്കിൽ ഒന്നുകൂടി ആഴമായതും കൃത്യമായതും കർത്താവ് നിങ്ങളെ കാണിക്കാൻ വിടും. എനിക്ക് ഈ വിഷയം സംബന്ധിച്ച് കണ്ടമാനം അനുഭവങ്ങൾ ദൈവാത്മാവ് തന്നിട്ടുണ്ട്. അതിന് കാരണം ഞാൻ വിശ്വസിക്കുന്നൊരു വിശ്വാസമുണ്ട്. കർത്താവിൻ്റെ വരവ് അടുക്കുന്ന സമയത്ത്, അതിനെ നമ്മൾ പറയുന്ന കാര്യം അന്ത്യകാലമെന്നാണല്ലോ ബൈബിളിൽ പറയുന്നത്. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. അന്ത്യകാലത്തിൻ്റെ ഒരു ലക്ഷണമാണ് കർത്താവിൻ്റെ സഭയ്ക്കകത്ത് പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കുക എന്നുള്ളത്, യൗവനക്കാർ ദർശനങ്ങളെ കാണുക എന്നുള്ളത്, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണുക എന്നുള്ളത്. ഇത് എവിടെ നിന്നാണ് സംഭവിക്കുന്നത്? സകല ജഡത്തിൻ്റെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ആത്മപകർച്ചയിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. ആത്മാവിൻ്റെ ഒരു പകർച്ച നടക്കുമ്പോൾ
ഇത് സംഭവിക്കാൻ തുടങ്ങും. ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ക്ലാസ് എടുത്തിരുന്നു. ഇപ്പോഴും ആ ക്ലാസ് യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. ആ ക്ലാസ് എനിക്ക് പരിചയമുള്ളൊരു ആൻറ്റി എന്നോട് പറയുകയാണ്, പാസ്റ്ററെ, എന്നേക്കാൾ നന്നായിട്ട് വചനം പഠിപ്പിക്കുന്ന ഒരു ദൈവദാസൻ്റെ വൈഫാണ്. ആ ആൻറ്റി പറയുകയാണ്, പാസ്റ്റർ, ഞാൻ എപ്പോഴൊക്കെ പാസ്റ്ററെ ക്ലാസ് എടുത്ത് ഞാൻ കേൾക്കുമോ അപ്പോഴൊക്കെ ആഴമായ സ്വപ്നം, ആഴമായ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് എന്നെ കാണിക്കാൻ തുടങ്ങി. എന്താണ് അതിൻ്റെ കാര്യമെന്ന് പറയുന്നത്? അത് കേൾക്കുമ്പോൾ, ഈ വചനം കേൾക്കുമ്പോൾ നമ്മുടെ അകത്തൊരു ഉറപ്പ് വരികയാണ്, എൻ്റെ കർത്താവ് എന്നോട് സംസാരിക്കുവാൻ ഒരു മധ്യവൃത്തി കൂടാതെ കർത്താവ് ഡയറക്റ്റ് സംസാരിക്കും എന്ന ഉറപ്പ് ആ വ്യക്തിയുടെ അകത്തുണ്ടാവുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ? നിങ്ങളോട് കർത്താവ് അങ്ങനെ കൃത്യമായിട്ട് സംസാരിക്കും കേട്ടോ. നിങ്ങളോട് മാത്രമല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുമില്ലേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി? നിങ്ങൾ പ്രാർത്ഥിക്കുമില്ലേ നിങ്ങളുടെ ഭർത്താവിന് വേണ്ടി? നിങ്ങൾ പ്രാർത്ഥിക്കുമില്ലേ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് വേണ്ടി? രക്ഷയിലേക്ക് വരാത്തവർക്ക് വേണ്ടി? അടിമത്തത്തിനകത്ത് കിടക്കുന്നവർക്ക് വേണ്ടി? നിങ്ങൾ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോട് കർത്താവ് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് അറിയാം. നിങ്ങളുടെ പല ആവശ്യങ്ങൾ കർത്താവ് വ്യക്തികളോട് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. സ്വപ്നം ദൈവം ഉപയോഗിക്കുന്ന ഒരു വലിയ ടൂളാണ്. കൃത്യമായിട്ട് എന്തോരോ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ടെന്ന് അറിയാമോ? ഞാൻ ഇന്ന് രാവിലെ ഒരിക്കലും ഞാൻ ചിന്തിക്കാത്തൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു തലം ഇതിനകത്ത് നിങ്ങളുടെ മേൽ തുറക്കാൻ പോവുകയാണ്. ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ആരും മടി കൂടാതെ ദൈവാത്മാവ് അങ്ങനത്തെ ഒരു ടൂള് തുറന്നാൽ ഭയങ്കര, നമ്മുടെ ചർച്ചിൻ്റെ ഹാൾ എടുക്കുന്നവ കർത്താവിൻ്റെ സ്വപ്നം കാണിച്ചിട്ടാണ്. ഞങ്ങളുടെ വാഹനം, കാർ എടുക്കുന്നവ സ്വപ്നം കാണിച്ചിട്ടാണ്. കണ്ടമാനം ജോസഫിൻ്റെ പേര് സ്വപ്നം കണ്ടിട്ടിട്ടതാണ്. ജോസഫിനെ സ്കൂളിൽ ചേർത്തവ അവൻ സ്വപ്നം കണ്ടിട്ട്. അപ്പം ഞാൻ അന്ന് തൊട്ടേ മോനെ പഠിപ്പിക്കും. നമ്മുടെ ദൈവം നമ്മളെ കാണിക്കും കേട്ടോ. മോനെ, ജോസഫ് ഇപ്പോൾ UK പോയത് ലിനി സിസ്റ്റർ സ്വപ്നം കണ്ടിട്ടാണ്. എത്ര കാര്യങ്ങൾ കർത്താവ് സ്വപ്നത്തിലൂടെ കാണിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നവ. നമ്മുടെ ഇവിടെ കണ്ടമാനം പ്രവാചകന്മാർ വന്നു. ഒരാൾ പോലും ജോസഫ് എവിടെ പോകുമെന്ന് പറഞ്ഞില്ല. ജോസഫ് പല കാര്യങ്ങൾ പലരും പറഞ്ഞു. അതൊക്കെ നടക്കുമ്പോൾ നടക്കട്ടെ. പക്ഷെ ദൈവാത്മാവ് ഇന്നും കൃത്യമായി നമ്മെ കാണിച്ച് നമ്മെ ഗൈഡ് ചെയ്യുന്ന ദൈവമാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു മാൻഡിൽ പുതപ്പ് നിങ്ങളുടെ മേലിടാൻ പോകുന്നു. പ്രാർത്ഥിച്ചോ കേട്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചോ. മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് അടുത്ത 5-6 മിനിറ്റ് നമ്മൾ വേറെ ഒന്നിനും വേണ്ടി പ്രാർത്ഥിക്കുന്നില്ല ഇന്ന്. എന്തോ എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിന്റെ ആഴത്തിൽ അങ്ങനെ ഇടപെടുന്നു. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവ് അങ്ങനത്തെ ഒരു വരം ചിലപ്പോൾ അത് നിങ്ങളുടെ അകത്ത്, അത് ചിലപ്പോൾ മാൻഡിലായിട്ട് വെളിപ്പെട്ട് വരാം. ചിലപ്പോൾ നിങ്ങൾ ദർശനങ്ങൾ കാണാം. നിങ്ങൾ ദർശനങ്ങളെ കാണാം. ചിലപ്പോൾ ഒരു മൈൻഡ് വിഷൻ നിങ്ങളകത്ത് കാണാം.
കർത്താവേ, ഞാൻ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ, അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ, അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ. ശഖ പരാജനേ ദിരി പ്രൗഢപന ഹന്തൽ ഘടകദന റീബൽ ഘടകദന വേദ പ്രൗഢപന ഘടകദന ഗദുരപന ഘടകദന റബപ്രൗഷപന. അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ, അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ. ഷാ ലഭാന ജബൽ പ്രൗഢപന. അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ, അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരുവാൻ. ജാദൽ പ്രൗഢ റബന ജഗന റിഗന ജഗനെ റിഗല ഘടകം ജബന പ്രൗഢ ജീബൽ ഘടകം ജബന പ്രൗഷസ് കനാദിരാധന വൈഡവൻ അംധല ഭക്ഷവനാദല വൈഷവൻ അമ്പ പ്രൗഢവൻ അമ്പം. ആഴത്തിലത് തുറന്നു വരുവാൻ, ആഴത്തിലത് തുറന്നു വരുവാൻ, ആഴത്തിലത് തുറന്നു വരുവാൻ. ആത്മ മനുഷ്യൻ തുറന്നു വരുവാൻ, ആത്മ മനുഷ്യൻ തുറന്നു വരുവാൻ, ആത്മതലങ്ങൾ തുറന്നു വരുവാൻ, ദൈവ പ്രവൃത്തികൾ തുറന്നു വരുവാൻ, ദൈവ സാന്നിധ്യം തുറന്നു വരുവാൻ, ദൈവശക്തി തുറന്നു വരുവാൻ, ദൈവ മഹത്വം തുറന്നു വരുവാൻ. ഈ ജനം അനുഗ്രഹമായി മാറുവാൻ, ഈ ജനം അനുഗ്രഹമായി മാറുവാൻ, ഈ ജനം അനുഗ്രഹമായി മാറുവാൻ. ഇവരുടെ വിഷയങ്ങളിൽ ദൈവാത്മാവ് ഇടപെടുവാൻ, ദൈവത്തിന്റെ കരം തുറന്നു വരുവാൻ. പരിശുദ്ധാത്മാവേ, അങ്ങ് ഇടപെടണമേ, അങ്ങ് ഇടപെടണമേ. ഈ കുടുംബങ്ങളെ മുഴുവൻ ഞാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഞങ്ങളോട് കരുണ കാണിക്കണമേ, സ്വർഗം ഞങ്ങളോട് കരുണ കാണിക്കണമേ. ദൈവരാജ്യത്തിന്റെ ശക്തി കുടുംബങ്ങളുടെ മേൽ തുറന്നു വരുവാൻ, ശക്തിയും മഹത്വവും തുറന്നു വരുവാൻ, ദൈവ പ്രവർത്തികൾ തുറന്നു വരുവാൻ, ദൈവത്തിന്റെ കരം തുറന്നു വരുവാൻ. ദൈവസഭയോട് പരിശുദ്ധാത്മാവ് പൗലോസിൽ കൂടെ പറയുന്നൊരു പദമുണ്ട്. നമ്മുടെ ആത്മീക വളർച്ച രണ്ട് തലത്തിലാണ് നടക്കുന്നത്. ഒന്ന്, നമ്മുടെ സ്വഭാവത്തിലുണ്ടാകുന്ന വളർച്ച. അത് ക്രിസ്തു കേന്ദ്രീകൃതമായി നമ്മൾ സ്നേഹത്തിൽ സത്യം സംസാരിച്ച് ക്രിസ്തു എന്ന തലയോളം വളരും. ഇത് നമ്മുടെ വളർച്ചയാണ്, പുത്രത്വത്തിലുള്ള വളർച്ചയാണ്. ഇത് നമ്മുടെ അധികാരങ്ങൾ നമ്മിൽ തുറക്കുന്നതാണ്. മറുഭാഗത്ത് ആ വളർച്ചയ്ക്ക് ഇപ്പുറത്ത് മറ്റൊരു പാരലായിട്ട് നമ്മളിൽ നടക്കുന്ന വളർച്ചയാണ്. നിങ്ങളുടെ അകത്ത് കൃപാവരങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. കൃപാവരങ്ങൾ ദൈവസഭയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. പുത്രത്വത്തിൻ്റെ വെളിപ്പാട് നിങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം തിരിച്ചറിയണം കേട്ടോ. പുത്രത്വത്തിൻ്റെ വെളിപ്പാട് നിങ്ങൾ ക്രിസ്തുവിൽ വളരാനും ദേശങ്ങളെ അവകാശമാക്കാനുമാണ്. പുത്രത്വത്തിൽ നിങ്ങൾ വളർന്നാലാണ് നിങ്ങളുടെ മേൽ ഹയർ ലെവലത്തിലുള്ള അധികാരങ്ങൾ വെളിപ്പെടുന്നത്. എന്നാൽ നിങ്ങളുടെ മേൽ പ്രവചനപരം തുറന്നാൽ അത് നിങ്ങളുടെ ദേശത്ത് അവിശ്വാസികൾ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ അത് ഒരു മുഖാന്തരമായി ഭവിക്കപ്പെടും. അവിശ്വാസികൾ കർത്താവിനെ കണ്ടെത്തുവാൻ അത് മുഖാന്തരമായി ഭവിക്കപ്പെടും. അങ്ങനെ തന്നെയാണ് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പിൻ, ആത്മീക വരങ്ങളും വിശേഷൽ പ്രവചനപരവും വാഞ്ചിക്കണം കേട്ടോ. അപ്പോൾ സ്നേഹം മാത്രം പോരാ. പൗലോസ് പറയുകയാണ് നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മീക വരങ്ങൾ
പ്രാപിപ്പാൻ നിങ്ങൾ ഉത്സാഹിക്കണം. വിശേഷാൽ പ്രവചന വരം നിങ്ങൾ വാഞ്ചിക്കണം. പ്രവചിക്കുന്നവനോ ആത്മീക വർധനവനും ആത്മീക വർധനയ്ക്കും പ്രബോധനത്തിനും ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. അന്യഭാഷ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മീക വർധന വരുത്തുന്നു. പ്രവചിക്കുന്നവൻ സഭയ്ക്ക് ആത്മീക വർധന വരുത്തുന്നു. നിങ്ങളെല്ലാവരും അന്യഭാഷ സംസാരിക്കണമെന്നും വിശേഷാൽ പ്രവചിക്കണമെന്നും ഞാൻ ഇച്ഛിക്കുന്നു. കണ്ടോ, പ്രവചിക്കണമെന്ന് ഞാൻ എല്ലാവരും ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കണമെന്ന് പൗലോസ് സഭയെ നോക്കിക്കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത സഭയെ നോക്കിക്കൊണ്ട് പറയുന്നു, നിങ്ങൾ പ്രവചനം എന്ന വരം ഉപയോഗിക്കണമെന്ന് ഞാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ അകത്ത് കർത്താവിൻ്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചിലർ ഇത് ആഗ്രഹിക്കുന്നത് അവർക്കൊരു പൊസിഷൻ കിട്ടാനും അവർക്കിങ്ങനെ ഓടി നടക്കാനും അവർക്ക് ആളാകാനും വേണ്ടിയിട്ടാണ്. പക്ഷെ ദൈവാത്മാവ് തൻ്റെ സഭയെ വരങ്ങളാൽ നിറയ്ക്കാൻ പോവുകയാണ്. ഒരു മണവാട്ടിയെ വിവാഹത്തിന് മുമ്പ് അവളെ അലങ്കരിക്കുന്നത് പോലെ ദൈവസഭയെ കർത്താവ് കൃപകളാൽ വരങ്ങളാൽ ജീവനാൽ നിറച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ മേൽ കർത്താവ് ഇത് തുറക്കുന്ന ഒരു സീസൺ വെളിപ്പെടുകയാണ് കേട്ടോ. ഇതിനകത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇത് വരം തുറക്കുമ്പോൾ നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങും. ആദ്യം നിങ്ങളുടെ വീടിനെക്കുറിച്ച് കാണും, നിങ്ങളുടെ മക്കളെക്കുറിച്ച്, നിങ്ങളെക്കുറിച്ച്. ചിലപ്പോൾ ആദ്യം കാണുന്നത് മനസ്സിലാകില്ല. മൃഗങ്ങളെ കാണാം. പല നിലയിലാണ് നിങ്ങൾ സ്വപ്നങ്ങൾ കാണുന്നത്. പക്ഷേ പരിശുദ്ധാത്മാവ് ഘട്ടം ഘട്ടമായിട്ട് നിങ്ങളെ അതിനകത്ത് വളർത്തും കേട്ടോ. ഒന്നാമത്. രണ്ടാമത്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ കൺമുമ്പിലൂടെ എന്തോ ഒരു കാര്യം ഇങ്ങനെ ഒരു ചിത്രം നിങ്ങളുടെ കൺമുമ്പിൽ വന്നു പോയതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾ ആ ചിത്രം കണ്ടോ? കണ്ടില്ല. പക്ഷെ കണ്ടില്ലേ? കണ്ടു. എന്തോ ഒന്ന് നിങ്ങൾ കണ്ടു. ചിലപ്പോൾ നിങ്ങൾക്കത് അല്പം കഴിയുമ്പോൾ മനസ്സിലാക്കാൻ തുടങ്ങും. അതിന് നമ്മൾ പറയുന്ന പേരാണ് മൈൻഡ് വിഷൻ എന്ന് പറയും. നിങ്ങളുടെ മൈൻഡിനകത്ത് കാണുകയാണ്. നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാണുന്നതാണ് സ്വപ്നം. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് ക്ലീൻ ആകുമ്പോൾ കാണുന്നതാണ് മൈൻഡ് വിഷൻ. മൈൻഡ് വിഷൻ കാണാൻ തുടങ്ങിയാൽ നിങ്ങൾ ധൈര്യത്തോടെ പ്രാർത്ഥിക്കണം. ആദ്യം അല്പം സംശയം തോന്നാം, പക്ഷെ ഒന്നുകൂടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മൈൻഡ് വിഷനകത്ത് കൃത്യമായിട്ട് നിങ്ങൾക്കിത് കാണാൻ പറ്റും. മൂന്നാമത് നിങ്ങൾ കാണുന്നതാണ് ദർശനങ്ങൾ. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് സംശയം വരികയില്ല. ഞാനിപ്പോൾ നിങ്ങളുടെ പേരുകൾ എഴുതിയിരിക്കുന്നത് കാണുന്നത് പോലെ ദർശനങ്ങളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. നാലാമത് കാണാൻ കഴിയുന്നതാണ് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് ചിന്തകളായിട്ട് ദൈവാത്മാവ് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും. അഞ്ചാമത് നിങ്ങളകത്ത് ഓഡിയോ വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റും. ഇങ്ങനെ വരങ്ങൾ തുറക്കുമ്പോൾ ഇതിനകത്ത് പല സ്റ്റേജുകളുണ്ട്. ഞാനത് എപ്പോഴെങ്കിലും ഒരു ദിവസം ക്ലാസ്സിനകത്ത് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഇങ്ങനെ ഏതൊക്കെയോ ചില മേഖലകൾ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ചിലരുടെ മേൽ ഈ പ്രാർത്ഥനകളിൽ, ഈ ഉപവാസങ്ങളിൽ ആഴമായിട്ട് തുറക്കാൻ പോവുകയാണ്. 1-2 മിനിറ്റ് കൂടെ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. എല്ലാം മൈക്കും അൺമ്യൂട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ ഒരു പക്ഷേ നിങ്ങളുടെ അകത്ത് മൈൻഡ് വിഷൻ തുറക്കാം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ അകത്ത് ഒരു പക്ഷേ മൈൻഡ് വിഷൻ തുറക്കാം. വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട, മറ്റൊന്നും ധ്യാനിക്കാതെ നിങ്ങൾ അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിക്കുക. വേർഡിന്റെ ട്രൂത്ത് മാത്രം ധ്യാനിച്ച് 1-2 മിനിറ്റ് കൂടെ അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിച്ചോ. ഇതൊരു വർക്ക്ഷോപ്പാണ്. ലാ ഭരാദിന പ്രൗഢമന ഘടകഥന വേദ പ്രൗഢമന ഘടകഥന വൈശ്യ പ്രൗഢമന ഉദാര ഭാനകൽക്കര ദിരപ്രൗഢമന രമപ്രൗഷമന രംഭ പ്രൗഢമന ഘടകഥനം കൃത്യമായത് തുറന്നു വരുവാൻ കൃത്യമായി ഞങ്ങളുടെ മക്കൾ കാണാൻ കൃത്യമായ തലങ്ങൾ തുറന്നു വരുവാൻ ഞാൻ ഇവരുടെ ആത്മമനുഷ്യൻ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ആത്മമനുഷ്യൻ തുറന്നു വരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. എങ്ങനെ മുൻപോട്ട് കാര്യങ്ങൾ പോകണമെന്നറിയാതെ, ആ വിഷയത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ, ആരോട് ആലോചന ചോദിക്കണമെന്നറിയാതെ, കർത്താവേ ജീവിതത്തിൽ വിഷയങ്ങളുടെ മുമ്പിൽ പതറി നിൽക്കുന്ന, തളർന്നു നിൽക്കുന്ന, തകർന്നു നിൽക്കുന്ന അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങയുടെ ഹിതത്തിന്റെ ആഴങ്ങൾ തുറക്കണമെന്ന് അങ്ങ് കൃത്യമായി സംസാരിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ കരം അങ്ങയുടെ മക്കളുടെ മേൽ തുറന്നു വരട്ടെ അപ്പാ. അങ്ങയുടെ ശബ്ദം അങ്ങയുടെ മക്കൾ കേൾക്കട്ടെ അപ്പാ. തലങ്ങൾ തുറന്നു വരട്ടെ അപ്പാ. ഓ റഭാര ജാതൽ ഖരേദിനി പ്രൗഢവന രമപ്രൗഷമന ഘടകവന ആത്മതലം റിലീസാകട്ടെ കർത്താവേ. ഇവർ ആത്മമനുഷ്യ ശക്തി പ്രാപിക്കട്ടെ കർത്താവേ.
ഘടക വേദ പ്രൗഷപന ഗതുരപന ഘടകജന ഗതുരപന ഘടകജന ഗതുരപന ഘടകജന ഹത്തൽ പ്രൗഢപന ഹംബ പ്രൗഢപന ഘടകജന ഗതുരപന ശിഖബാര പ്രൗഢപന റിബാരബ റബ പ്രൗഷപന ഹന്തൽ ഘടകജന വേദ പ്രൗഷപന ഹന്തൽ ഘടകജന വേദ പ്രൗഢപന കർത്താവേ ഒന്നുകൂടി വരെ ട്യൂൺ ചെയ്യണമേ, ഒന്നുകൂടി വരെ ട്യൂൺ ചെയ്യണമേ, ഒന്നുകൂടി വരെ ട്യൂൺ ചെയ്യണമേ. കൃത്യമായത് കാണുവാൻ, കൃത്യമായത് കാണുവാൻ, കൃത്യമായത് അറിയുവാൻ, കൃത്യമായ തലത്തിൽ വളരുവാൻ, കൃത്യമായ തലത്തിൽ ഇവർ വളരുവാൻ. ഓ റഭാന റാബ പ്രൗഷപന അന്തൽ കടാദിന പ്രൗഢപന ഹംബ പ്രൗഢപന ഘടകജന ഗതുരപന ഘടകജന വേദ പ്രൗഢപന ഘടകജന ഗതുരപന ഘടകജന വേദ പ്രൗഢപന ഘടകത്തന പരാപ പ്രൗഢപന അംബ പ്രൗഢപന ഘടകജന ഗതുരപന ഘടകജന വേദ പ്രൗഢപന ഘടകശസ്കനാദിന. അത് സംഭവിക്കട്ടെ കർത്താവേ, അത് സംഭവിക്കട്ടെ കർത്താവേ, അത് സംഭവിക്കട്ടെ കർത്താവേ. ആത്മതലങ്ങൾ റിലീസാകട്ടെ കർത്താവേ, ആത്മതലങ്ങൾ റിലീസാകട്ടെ കർത്താവേ. ആത്മ മനുഷ്യൻ ശക്തി പ്രാപിക്കട്ടെ കർത്താവേ. റാ ബബ രബ പ്രൗഢപന അന്തൽ ഘടകജന വേദ പ്രൗഢപന ഘടകജന ഗതുരപന ഘടകജന വാദ പ്രൗഷപന ഘടകജനം. ഞാനിവിടെ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നമുക്ക് ഏതെങ്കിലും ഒരു സെക്ഷനിൽ സമയമെടുത്ത് നമുക്ക് അന്യഭാഷയിൽ ഈ വെളിപ്പാടി പ്രാർത്ഥിക്കാൻ നമുക്ക് വീണ്ടും. ഇന്നാണ് കർത്താവ് എൻ്റെ അകത്ത് അങ്ങനെ ഒരു നിയോഗം പെട്ടെന്ന് തരുന്നത്. ഞാൻ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല. പരിശുദ്ധാത്മ നിങ്ങളെ ആഴമായിട്ട് കാണിക്കാൻ പെടും കേട്ടോ. ഇന്ന് ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ഏതെങ്കിലും നിലയിൽ കർത്താവ് നിങ്ങളെ കൃത്യമായിട്ട് ആഴമായിട്ട് ഏതെങ്കിലും വിഷയം കാണിച്ചാൽ നിങ്ങൾ എൻ്റെ ചാറ്റിനകത്ത് നിങ്ങൾ എന്നോട് സംസാരിക്കണം. പരിശുദ്ധാത്മാവ് ഏതോ വ്യക്തികളെ ഈ തലത്തിൽ പണിയാൻ പോവുകയാണ്. ഞാൻ മറ്റൊരു പ്രാർത്ഥന വിഷയം പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് ഇടയിൽ വെച്ച് ടിസ്റ്റായി പോവുകയായിരുന്നു. കർത്താവ് നിങ്ങളോട് എന്താണ് ഇതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇടയിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, വിവാഹപ്രായമായി നിൽക്കുന്നവരുണ്ട്, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഇങ്ങനെ കണ്ടമാനം കാര്യങ്ങൾ സെലക്ഷൻ എന്താണ് തിരഞ്ഞെടുക്കേണ്ടത്, ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകേണ്ടവർ, ഇങ്ങനെ കണ്ടമാനം വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ നടുവിൽ എന്താണ് ദൈവഹിതമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃത്യമായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് സ്വപ്നത്തിൽ കൂടെ സംസാരിക്കും. ഇത് ഭയങ്കര ബ്ലെസ്സഡ് ആയിട്ടൊരു ടൂളാണ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരു വ്യക്തി, ഒരു പ്രവാചകൻ ഒരു ദൂത് പറയുമ്പോൾ ഒരു പക്ഷേ അത് തൻ്റെ മനസ്സിൽ നിന്ന് വരാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പറയേണ്ടതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് പറയാം. ഇങ്ങനെയൊക്കെ അബദ്ധവശാൽ സംഭവിച്ച സംഭവങ്ങൾ പലതുണ്ട്. പക്ഷെ ദൈവം നിങ്ങളൊരു കാഴ്ച കാണിക്കുന്നെങ്കിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സ്റ്റെപ്പ് വയ്ക്കാം. ഞാനൊരു കാര്യം ദൈവം എന്നെ കാണിച്ചാൽ എനിക്ക് അവനകത്ത് ഭയങ്കര ധൈര്യമാണ്. കാരണം ദൈവമാണത് കാണിക്കുന്നത്. ഇങ്ങനെ നിങ്ങളുടെ അകത്ത് ആശ്രയം വളരട്ടെ, ദൈവിക ധൈര്യങ്ങൾ ദൈവാത്മ തുറക്കട്ടെ. ഈ വിഷയം നമ്മുടെ യൂട്യൂബിനകത്ത് കിടക്കുന്നുണ്ട്. ഞാൻ ഈ വിഷയം 3-4 ക്ലാസ് എടുത്ത് കിടക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും കാണാവുന്ന തലത്തിലാണ് അത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ക്ലാസ്സാണ്. സമയമുള്ളപ്പോൾ നിങ്ങളത് കാണുക. നിങ്ങളുടെ അകത്ത് ഇങ്ങനെ ഒരു തലം ദൈവാത്മ തുറക്കും. ഞാനിപ്പോൾ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ മാസത്തിൻ്റെ 24-ാമത്തെ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് 40 നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകിയ സാവകാശനായ സ്തോത്രം. ഈ കർത്താവ് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും കർത്താവ് ഇന്ന് രാവിലെ തൊടണമേ. തൊട്ടവനായ സ്തോത്രം. ഞങ്ങൾ കർത്താവ് കേട്ട ധ്യാനിച്ച വചനങ്ങൾക്കായ സ്തോത്രം. ഇതിലും വലിയത് നിങ്ങൾ കാണുമെന്ന് ഞങ്ങൾ ഇന്ന് കർത്താവ് പറഞ്ഞ വാക്ക് ഞങ്ങൾ ഓർത്തല്ലോ. കർത്താവേ, യാക്കോബിൻ്റെ കർത്താവ് സ്വപ്നത്തെക്കുറിച്ച് ഞങ്ങൾ കണ്ടല്ലോ. യാക്കോബിൻ്റെ സ്വപ്നത്തിൽ കണ്ട അതിനകത്തുള്ള അർത്ഥങ്ങളിലേക്ക് പോകാനാണ് ഞങ്ങൾ പോയതെങ്കിലും പരിശുദ്ധാത്മാവ് ഇതിനകത്തിരിക്കുന്ന ചിലരുടെ ആത്മക്കണ്ണുകളെ തുറക്കുകയും ഒന്നുകൂടി ആഴമായിട്ട് അവരെ കാണിക്കുകയും ചെയ്യാൻ പോവുകയാണെന്ന് ഇടപെട്ടല്ലോ. ഞാൻ ഈ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ മക്കൾ 54 കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പല അവസ്ഥകളുടെ നടുവിലാണ് അവർ നിൽക്കുന്നത്. കൃത്യമായി ദൈവശബ്ദം കേട്ട് ഓരോ വിഷയങ്ങളിലും എങ്ങനെ മുന്നേറണമെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നേരിട്ട് അങ്ങയുടെ മക്കളെ കാണിക്കണതിനായി ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മൈൻഡ് വിഷൻ തുറക്കട്ടെ, അവരുടെ ആത്മമനുഷ്യൻ ഓപ്പൺ ആകട്ടെ. ഞാൻ അവരുടെ ആത്മാവിനോട് തുറന്നു വരുവാനായിട്ട് ഞാൻ യേശുവിൻ്റെ നാമം ചൊല്ലി കൽപ്പിക്കുകയാണ്. ഏലീശ പ്രാർത്ഥിച്ചപ്പോൾ പ്രവാചക ശിഷ്യൻ്റെ കണ്ണ് തുറന്നു വന്നതുപോലെ സ്പിരിച്വൽ റിലങ്ങൾ ഓപ്പൺ ആകട്ടെ, സ്പിരിച്വൽ കണ്ണുകൾ തുറക്കട്ടെ. ഇവരുടെ ആത്മാവിൻ്റെ കണ്ണ് തുറക്കട്ടെ, ഇവരുടെ ഹൃദയത്തിൻ്റെ കണ്ണ് തുറക്കട്ടെ, ഇവരുടെ മനസ്സിൻ്റെ കണ്ണ് തുറക്കട്ടെ. അപ്പോൾ ഇവർ ആത്മരൂപികളായി ആത്മാവിൽ വളരുന്ന പുത്രിപുത്രന്മാരായി ഇവർ വർദ്ധിക്കപ്പെടട്ടെ കർത്താവ്. ഞാനിവരെ അതിനായിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിമടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും
കൂട്ടായ്മയും കാവലും. നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.